അപ്പോൾ അദ്ദേഹം ചോദിച്ചില്ല, അപ്പോഴും ചോദിച്ചില്ല, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. കേൾക്കുകയാണ്. സർവജ്ഞോസി മഹർഷേത്വം കഥയാശു കൃപാനിധേ കം ദേവം ശരണം യാമി യോമേ പുത്രം പ്രദാസ്യതി. മഹർഷിയെ, അങ്ങ് സർവജ്ഞനാണ്. കൃപാനിധേ, പറയൂ, എനിക്കൊരു പുത്രനെ പ്രദാനം ചെയ്യുന്നതിന് ഏത് ദേവനെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത്? സൂത ഉവാച. സൂതൻ തുടരുകയാണ് ഋഷീശ്വരന്മാരോട് കഥ. ഇതി വ്യാസേന പൃഷ്ടസ്തു നാരദോ വേദവിന്മുനി ഉവാച പരയാ പ്രീത്യ കൃഷ്ണം പ്രതി മഹാമനാഹ്. ഇങ്ങനെ വ്യാസൻ ചോദിച്ചപ്പോൾ വേദജ്ഞനും മഹാമനസ്കനുമായ നാരദമുനി, മഹാമനസ്കത എന്തുകൊണ്ടാണ്? അറിവിനെ ദാനം ചെയ്യുവാൻ തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മഹാമനസ്കൻ എന്ന് വിളിക്കുന്നത്. മഹാമനസ്കനുമായ നാരദമുനി അതീവ സന്തുഷ്ടനായി വ്യാസനോട് പറഞ്ഞു. എന്തിനാ സന്തുഷ്ടനായത്? ഒന്ന്, ഉപഹാരാദികൾ കൊണ്ട്, ഉപചാരാദികൾ കൊണ്ട് സത്കരിച്ചത് കൊണ്ട് സന്തുഷ്ടനായി. രണ്ട്, ഒരു പ്രതിസന്ധി ഘട്ടമുണർത്തിയ ചോദ്യത്തിനുള്ള ഉത്തരം തനിക്ക് തരാൻ കഴിയും, കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ തന്നോട് ചോദ്യം ചോദിച്ചത്. അതിനാൽ സന്തുഷ്ടനായി. മൂന്ന്, ആഗ്രഹപൂർത്തീകരണത്തിന് തപസ്സു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നത് കേട്ടപ്പോൾ അതും അദ്ദേഹത്തിൽ സന്തോഷം ഉളവാക്കി. അദ്ദേഹം സന്തുഷ്ടനായി, അതീവ സന്തുഷ്ടനായി വ്യാസനോട് പറഞ്ഞു. നാരദ ഉവാച. പാരാശര്യ മഹാഭാഗ യത്വം പൃച്ഛസി മാമിഹ തമേവാർത്ഥം പുരാ പൃഷ്ട പിത്രാമേ മധുസൂദന. മഹാഭാഗ്യവാനായ പരാശരപുത്ര, എന്താ മഹാഭാഗ്യവാനാകാൻ കാരണം? ദുഃഖിതനായി ഇരിക്കുക ഇവിടെ മക്കളില്ലാത്തതുകൊണ്ട്. അയാളെ വിളിക്കുകയാണ് മഹാഭാഗ്യവാനായ പരാശരപുത്ര. മഹാഭാഗ്യം, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളുടെ സൗഭാഗ്യത്തെ ഓർത്ത് മഹാഭാഗ്യവാൻ. രണ്ട്, വേണ്ടതു ചെയ്യുവാൻ തോന്നിക്കുന്നത് മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പം അത് ചെയ്യാൻ തോന്നിച്ചു, തപസ് ചെയ്യാൻ തോന്നുകയാണ് വ്യാസഭഗവാന്. അതുകൊണ്ട് മഹാഭാഗ്യവാനായ പരാശരപുത്ര, അങ്ങ് എന്നോട് ഇപ്പോൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് തന്നെ പണ്ട് എൻ്റെ പിതാവ് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കുകയുണ്ടായി. ഞാൻ അല്ല. ഈ അറിവ് പരമ്പരാഗതമായിട്ട് വരുന്നതാണ്. പരമ്പരാഗതമായി വരുന്ന അറിവിൻ്റെ ഒരു കണ്ണി മാത്രമാണ് താൻ എന്ന അറിവാർക്കാണോ ഉള്ളത് അവന് അറിവ് അഹങ്കാരമായി തീരുകയില്ല. ആ അറിവില്ലാത്തവന് അറിവ് അഹങ്കാരമായി തീരും. പരമ്പരാഗതമായി വരുന്ന തന്നിലേക്കൊഴുകിയെത്തുന്ന അറിവാണിത് എന്ന ബോധ്യത്തോടു കൂടി അറിവിനെ കൈകാര്യം ചെയ്യുന്നവൻ അഹങ്കാരമുണ്ടാവുകയില്ല. തൻ്റെ സ്വപ്രയത്നം കൊണ്ട് ആർജിച്ചതാണ് അറിവുകൾ എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവന് അഹങ്കാരമുണ്ടാകും. നാരദമുനിക്ക് അഹങ്കാരമൊട്ടുമില്ല തൻ്റെ അറിവിൻ്റെ ഗരിമയിൽ. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മഹാഭാഗ്യവാനായ പരാശരപുത്ര, അങ്ങ് എന്നോട് ഇപ്പോൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് തന്നെ പണ്ട് എൻ്റെ പിതാവ് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കുകയുണ്ടായി. മണ്ട, ഇമ്മാതിരി ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് എന്നല്ല പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള താല്പര്യത്തോടുകൂടി തൻ്റെ അടുത്തു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, നിനക്ക് മാത്രമല്ല ഈ സംശയമുണ്ടായത്, പണ്ടെൻ്റെ അച്ഛൻ ബ്രഹ്മാവിനും ഇതേ സംശയമുണ്ടായി. അദ്ദേഹം അത് മധുസൂദനനോട് ചോദിച്ചു. അദ്ദേഹം മധുസൂദനനോടാണ് ആ സംശയം നിവൃത്തിക്കായിട്ട് ചോദിച്ചത്. അതായത്, അല്ലയോ വ്യാസഭഗവാനെ, അങ്ങേക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള സംശയം മഹത്തുക്കൾക്കിതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതു തന്നെയാണ്. അങ്ങയുടെ സംശയം ശ്രേഷ്ഠമായതാണ്. ശ്രേഷ്ഠമായ സംശയങ്ങൾ ചോദ്യരൂപത്തിൽ ചോദിക്കുന്നവർ ശ്രേഷ്ഠരു തന്നെയാണ്. തൻ്റെ അടുത്ത് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദ്യങ്ങളുമായി വരുന്നവനെ ഒരു തരത്തിലും നിന്ദിക്കാത്ത മഹാസംസ്കാരം. അതാണ് ഭാരതീയ സംസ്കൃതിയുടെ മറ്റൊരു മുഖമുദ്ര. തൻ്റെ അടുത്തേക്ക് അറിവിനു വേണ്ടി വരുന്നവരെ ഒരു തരത്തിലും താഴ്ത്തി കെട്ടാൻ തയ്യാറാകാത്ത മഹാമനസ്കരായിട്ടുള്ള ആചാര്യ പരമ്പരകൾ ഉണ്ടായിരുന്ന സംസ്കാരം. നമുക്ക് അഭിമാനിക്കാം അതിൽ. നമ്മുടെയൊക്കെ
പൈതൃകമാണ് അത്, മാതൃകവും. അമ്മ വഴിയും അച്ഛൻ വഴിയുമൊക്കെ നമുക്കിതിൽ അഭിമാനിക്കാം, അച്ഛൻ വഴി മാത്രമല്ല. എന്താ മധുസൂദനനോട് ബ്രഹ്മാവ് പണ്ട് ചോദിച്ചത്? അതും നമുക്ക് ഒന്ന് കേൾക്കാം. ധ്യാനസ്ഥം ച ഹരിം ദൃഷ്ട്വാ പിതാമേ വിസ്മയം ഗത പര്യപൃച്ഛത ദേവേശം ശ്രീനാഥം ജഗതഃ പതിം കൗസ്തുഭോദ്ഭാസിതം ദിവ്യം ശംഖചക്രഗദാധരം പീതാംബരം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം കാരണം സർവലോകാനാം ദേവദേവം ജഗദ്ഗുരും വാസുദേവം ജഗന്നാഥം തപ്യമാനം മഹത്തപ. മഹാവിഷ്ണു തപസ് ചെയ്യുന്നത് കാണാനിടയായി ബ്രഹ്മാവ്. ദേവദേവനും ശ്രീനാഥനും, ശ്രീനാഥൻ മഹാലക്ഷ്മിയുടെ നാഥൻ, ജഗത്തിൻ്റെ അധിപനും, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ഇവിടെ ഓർക്കുക, വിശ്വം. ഈ പ്രപഞ്ചം അദ്ദേഹം തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥനും അദ്ദേഹം തന്നെയാണ്. കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നവനും, പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ദിവ്യമായ ഒരു രത്നമാണത്. കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നവനും ദിവ്യനും ശംഖചക്രഗദാദികൾ ധരിച്ചവനും പീതാംബരനും ചതുർബാഹുവും മാറിടത്തിൽ ശ്രീവത്സമുള്ളവനും സർവലോകത്തിനും കാരണഭൂതനും ദേവദേവനും ജഗദ്ഗുരുവും വാസുദേവനും ജഗന്നാഥനും മഹത്തായ തപസ്സു ചെയ്യുന്നവനുമായ ഹരി ധ്യാനനിമഗ്നനായിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പിതാവ് അത്ഭുതപ്പെട്ടു. നിസാരക്കാരൻ ഒരു മരത്തിൻ്റെ ചോട്ടിൽ താടിയും മുടിയും ജട പിടിപ്പിച്ച് കണ്ണടച്ചിരിക്കുന്നത് കണ്ടിട്ടല്ല ചോദിച്ചത്. നേരെ മറിച്ചിട്ട് ഈ ക്വാളിറ്റീസൊക്കെ ഉള്ള, ഇത്രയും ഗംഭീരനായിട്ടുള്ള, ജഗത്തിൻ്റെ പതിയായിട്ടുള്ള, ജഗത്കാരണഭൂതനായിട്ടുള്ള, ജഗത്സ്വരൂപനായിട്ടുള്ള, ശ്രീനാഥനായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരി ധ്യാനനിമഗ്നനായിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് സംശയം ഉണ്ടായത്. എല്ലാവരും ഹരിയെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ ഹരി ആരെയാവോ ധ്യാനിക്കുന്നത്? കണ്ടിട്ട് എൻ്റെ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ബ്രഹ്മോവാച, ബ്രഹ്മാവ് മധുസൂദനനോട് ചോദിക്കുകയാണ്, ദേവദേവ ജഗന്നാഥ ഭൂതഭവ്യ ഭവത്പ്രഭോ തപശ്ചരസി കസ്മാത്വം കിം ധ്യായസി ജനാർദ്ദന. ത്രികാലങ്ങൾക്കും പ്രഭുവായിരിക്കുന്നവനെ ജഗന്നാഥ, അങ്ങ് തപസ്സു ചെയ്യാൻ എന്താണ് കാരണം? ബാക്കിയുള്ളവരൊക്കെ തപസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങ് തപസ് ചെയ്യാൻ എന്താണാവോ കാരണം? ഹേ ജനാർദ്ദന, അങ്ങ് എന്തിനെയാണ് ധ്യാനിക്കുന്നത്? പരമമായത് എന്ന് പരമതത്വത്തെ അറിഞ്ഞ യോഗികൾ ഉദ്ഘോഷിക്കുന്നത് അങ്ങയെപ്പറ്റിയാണ്. ആ അങ്ങ് ആരെയാണ് ഈ ധ്യാനിക്കുന്നത്? വിസ്മയോയം മമാത്യർത്ഥം ത്വം സർവജഗതാം പ്രഭു ധ്യാനയുക്തോസി ദേവേശ കിഞ്ച ചിത്രമതഃ പരം. എനിക്ക് അത്യധികം വിസ്മയമായി തോന്നുന്നത് ഇതാണ്. സർവജഗത്തിൻ്റെയും പ്രഭുവായ അങ്ങ് ധ്യാനമഗ്നനായിരിക്കുന്നു. അതൊരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനേക്കാൾ വിചിത്രമായിട്ട് മറ്റെന്താണ് ഉള്ളത്? ലോകത്തിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് എന്താണെന്ന് ആ സമയത്ത് ബ്രഹ്മാവിനോട് ആരെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മറുപടി പറയുക, വിഷ്ണു ധ്യാനിച്ചിരിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വിചിത്രമായത് എന്നായിരിക്കും. അദ്ദേഹം തുടരുകയാണ്, ത്വന്നാഭി കമലാജാത കർത്താഹമഖിലസ്യ ച ത്വത്തഃ കോപ്യധികോസ്ത്യത്ര തം ദേവം ബ്രൂഹി മാപതേ. അങ്ങയുടെ നാഭികമലത്തിൽ ജനിച്ച ഞാനാണല്ലോ ഈ സകല ജഗത്തിൻ്റെയും കർത്താവ്. ബ്രഹ്മാവിന് അപ്പോഴും നേരം വെളുത്തിട്ടില്ല. ബ്രഹ്മാവിൻ്റെ വിചാരം അദ്ദേഹമാണ് ഈ സൃഷ്ടി മുഴുവൻ നടത്തുന്നത് എന്നാണ്. കുറച്ച് ബോധം വീണിട്ടുണ്ട്. കാരണം മഹാവിഷ്ണുവിൻ്റെ പ്രേരണയാലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ബ്രഹ്മാവിനറിയാം. അങ്ങയേക്കാൾ ആരാധ്യനായ മറ്റാരാണുള്ളത്? ആ ദേവൻ ആരാണെന്നല്ലയോ ലക്ഷ്മീപതേ മാപതേ, ലക്ഷ്മീപതേ എന്നോട് പറഞ്ഞാലും. ജാനാമ്യഹം ജഗന്നാഥ ത്വമാദി സർവകാരണം കർത്താ പാലയിതാ ഹർത്താ സമർത്ഥ സർവകാര്യകൃത്. ഹേ ജഗന്നാഥ,
അങ്ങ് ആദിയും കാരണവും ആണ്. എല്ലാത്തിൻ്റെയും കാരണം അങ്ങാണ്. സ്രഷ്ടാവും രക്ഷിതാവും സംഹർത്താവും അങ്ങ് തന്നെയാണ്. സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ഇല്ലാതാക്കുന്നതും അങ്ങ് തന്നെയാണ്. കാര്യരൂപമായ എല്ലാത്തിൻ്റെയും സമർത്ഥനായ കർത്താവുമാണെന്ന് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇച്ഛയാതേ മഹാരാജ സൃജാമ്യഹമിദം ജഗത് ഹര സംഹരതേ കാലേ സോപി തേ വചനേ സദാ. അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ഞാൻ ഈ ജഗത്ത് സൃഷ്ടിക്കുന്നു. കാലമെത്തുമ്പോൾ ഹരൻ ഇതിനെ സംഹരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹവും അങ്ങയുടെ ആജ്ഞാവർത്തിയായിരിക്കുന്നു എല്ലായ്പ്പോഴും. സൂര്യോ ഭ്രമതി ചാകാശേ വായുർവാതി ശുഭാശുഭ അഗ്നിസ്തപതി പർജന്യോ വർഷതീശ ത്വദാജ്ഞയ. അങ്ങയുടെ ആജ്ഞയനുസരിച്ചിട്ടാണ് സൂര്യൻ ആകാശത്ത് സഞ്ചരിക്കുന്നതും വായു മന്ദാലിനായും കൊടുങ്കാറ്റായും വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും മേഘം വർഷിക്കുന്നതും. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ അങ്ങയുടെ ആജ്ഞയനുസരിച്ചിട്ടാണ്. ത്വം തു ധ്യായസി കം ദേവം സംശയോയം മഹാൻ മമ ത്വത്തഃ പരം ന പശ്യാമി ദേവം വൈ ഭുവനത്രയേ. അങ്ങ് ഏത് ദേവനെയാണ് ഈ ധ്യാനിക്കുന്നത്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഇപ്പോൾ അങ്ങയെ കവിഞ്ഞ ഒരു ദേവനെ ഈ 3 ലോകത്തും ഞാൻ കാണുന്നും ഇല്ല. കൃപാം കൃത്വാ വതസ്വാദ്യ ഭക്തോസ്മി തവ സുവ്രത മഹതാം നൈവ ഗോപ്യം ഹി പ്രായഃ കിഞ്ചിദിതി സ്മൃതി. ദയവായി എന്നോട് പറഞ്ഞാലും, ഞാൻ അങ്ങയുടെ ഭക്തനാണല്ലോ. മഹാന്മാർക്ക് പ്രായേണ ഗോപ്യമായിട്ടൊന്നുമില്ലെന്നാണ് പറയപ്പെടുന്നത്. കൃപാം കൃത്വാ വതസ്വാദ്യ ഭക്തോസ്മി തവ സുവ്രത. എന്നോട് പറഞ്ഞാലും എന്താ എൻ്റെ ക്വാളിഫിക്കേഷൻ? ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അതാണ് ക്വാളിഫിക്കേഷൻ. അല്ലാതെ വഴിയേ പോകുന്ന ഒരാൾ മഹാവിഷ്ണു ധ്യാനിച്ചിരിക്കുന്നത് കണ്ട് വന്ന് കയറി ചോദിച്ചതല്ല. ഭക്തനായ ഒരാൾ, മഹാവിഷ്ണുവിനോട് ബഹുമാനാദരവുകളുള്ള ഒരാൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ്. മഹതാം നൈവ ഗോപ്യം ഹി പ്രായ കിഞ്ചിതിഥി സ്മൃതി. മഹാന്മാർക്ക് പ്രായേണ ഗോപ്യമായിട്ടൊന്നുമില്ലെന്നാണ് പറയപ്പെടുന്നത്. മഹാന്മാർ യോഗ്യരായവരിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ യോഗ്യതയനുസരിച്ച് അറിയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരാണ് മഹാന്മാർ. അതുകൊണ്ട് ദയവായിട്ട് എന്നോട് പറഞ്ഞു തന്നാലും എനിക്ക് വെളിപ്പെടുത്തി തന്നാലും ആരെയാണ് അങ്ങ് ധ്യാനിക്കുന്നത് എന്നത്. തശ്രുത്വാ വചനം തസ്യ ഹരിരാഹ പ്രജാപതിം ശൃണുഷ്വൈകമനാ ബ്രഹ്മൻ ത്വാം ബ്രവീമി മനോഗതം. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവേ ശ്രദ്ധിച്ചു കേൾക്കൂ. ഏകമന, ഒരു മനസ്സോടുകൂടി കേൾക്കണം. മനസ്സ് ഏകമായിരിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഏകമായിരിക്കണം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഒക്കെ ഏകമായ അഗ്രത്തിലാകുമ്പോൾ മാത്രമേ മനസ്സ് ഏകം ആവുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകമാക്കിക്കൊണ്ടല്ലയോ ബ്രഹ്മാവേ കേട്ടാലും എൻ്റെ മനസ്സിലുള്ളതെന്താണ് എന്ന് ഞാൻ അങ്ങയോട് പറയാം. മറച്ചു വയ്ക്കുന്നൊന്നുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിരുന്ന ഗ്രേറ്റ്നെസ് ഇല്ലാതെയായി പോകുമോ എന്ന ചിന്ത കൊണ്ട് മഹാവിഷ്ണു പറയാതിരിക്കുന്നും ഇല്ല. ബ്രഹ്മാവ് ഒന്ന് ചോദിച്ചു, ആരെയാ ധ്യാനിക്കുന്നത് എന്ന്. വേണമെങ്കിൽ മഹാവിഷ്ണുവിന് പറയാം, ആത്മധ്യാന നിരതനാണ് താൻ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ബ്രഹ്മാവിന് ഒരു സംശയവും ഉണ്ടാവില്ല. ബ്രഹ്മാവ് അതും കേട്ട് തൃപ്തനായിട്ട് പോകും. പക്ഷെ വിഷ്ണു അതല്ല ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയാൻ പോവുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നോടുള്ള ബഹുമാനം ബ്രഹ്മാവിന് കുറയുമോ ഇല്ലയോ എന്ന ചിന്തയൊന്നും കൂടാതെ പറയാനുള്ളത് കൃത്യമായി പറയുകയാണ്.